الحمد لله الحمد لله رب العالمين. الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളായിട്ടിക്കരെ സഹോദരങ്ങളെ, സഹോദരന്മാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവായിട്ടിക്കരെ അള്ളാഹുവിനെ, അവൻ്റെ ഓരോ ആജ്ഞാ നിർദ്ദേശങ്ങൾ, അവൻ്റെ ഓരോ വിധി വിലക്കുകൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കാത്ത് സൂക്ഷിച്ച് ജീവിക്കണോണ്ടു എല്ലാവരുടെയും നന്നട്ടെയും ആദ്യമായി വസിയത്ത് ചെയ്യറെ, ഉത്ബോധിപ്പിക്കറെ. സഹോദരന്മാരെ, ഹജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിര. ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ബഹുമാനിച്ചാദരിച്ച മസ്ജിദുൽ ഹറാമിലെ പരിസരത്ത് ഹാജിമാർ ഒരുമിച്ച് കൂടിയിട്ടിക്കരെ ഒരു സന്ദർഭമാണ് ഈ നാളുകൾ, ഈ ദിവസങ്ങൾ. ഇസ്ലാമിലെ
അവസാനത്തെ തൂണായിട്ടിക്കരെ, ഇസ്ലാമിലെ 5-ാമത്തെ തൂണായിട്ടിക്കരെ മഹത്തായ ഹജ്ജ് കർമ്മം അത് എങ്ങനെ നിർവഹിക്കണോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയായിട്ട് അത് നിർവഹിച്ചത്, അത് സഹാബത്തുക്ക് അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ വേണ്ട എല്ലാ വിശ്വാസികൾക്കും പിടിയാകുന്ന നിലക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പാട്ടി കൊടുക്കുന്നതിന് വേണ്ടിയും ഹിജ്റയുടെ 10-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000-കണക്കിന് സഹാബത്തും ഹജ്ജിക്ക് വന്ന ആ സന്ദർഭം നാം ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10-ാമത്തെ വർഷമായിട്ട് ഹജ്ജ് അവസാനത്തതും ആദ്യത്തതും അവസാനത്തതുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. അതിന് 1 വർഷം മുന്നോളായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൽപ്പന പണ്ടത്. എന്തിനായിട്ടും ആ കൽപ്പന പരിശുദ്ധ ഖുർആനിൽ കാണാം. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസ് യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു. നോക്കൂ, ഇത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്തേക്ക് ഒരു പ്രഖ്യാപനം, ഒരു ഡിക്ലറേഷൻ ആയിട്ടിക്കറ്. എന്തിനായിട്ട്? ഇനി മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ ഈ മസ്ജിദുൽ ഹറാമിനെ മുട്ടയിന് ബറൺ കുത്തിയറ അങ്ങക്ക് തടയപ്പെട്ടിരിക്കുകയാണ്. ഇനി മുശ്രിക്കീങ്ങൾക്ക് ബറൺ കുത്തിയറ. കാരണം മസ്ജിദുൽ ഹറാം, കഅബാലയം, ഇത് തൗഹീദിന്റെ പക്കമായി മാറി, ഇത് സുന്നത്തിന്റെ പക്കമായി മാറിയിരിക്കുകയാണ്. ഇനി മുശ്രിക്കുകൾ ആരും ബറൺ കുത്തിയറ. മിനായിലും മുസ്ദലിഫയിലും അറഫായിലും മുശ്രിക്കുകളെ എവിടെയും കാണുന്ന കുത്തിയറ. പാരമ്പര്യ മുശ്രിക്കുകൾ അല്ലാഹുവിന്റെ ദീനിൽ തൗഹീദിൽ കലബറക്കയുണ്ടാക്കിയവർ, അല്ലാഹുവിനെ റബ്ബാണി എന്ന് അംഗീകരിച്ച് അല്ലാഹുവിനെ ഇലാഹായി അംഗീകരിക്കണക്ക് തയ്യാറില്ലാത്തവർ, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ച് അങ്ങനെ കാര്യം നേടണക്ക് വേണ്ടി ഔലിയാക്കളെയും ശുഹദാക്കളെയും അമ്പിയാക്കളെയും എല്ലാം തന്നെ കൂട്ടുപിടിച്ച ആ പാരമ്പര്യ മുശ്രിക്കുകൾ ഇനി മുതൽ ഈ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തേക്ക് ബറൺ കുത്തിയറ, മിനയിൽ ബറൺ കുത്തിയറ, മുസ്ദലിഫയിൽ ബറൺ കുത്തിയറ, അതേപോലെ തന്നെ അറഫയിൽ ബറൺ കുത്തിയറ തടയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നിസ്കരിച്ചോണ്ടെങ്കിലും പ്രശ്നമല്ല, നിങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടിരുന്നെങ്കിലും പ്രശ്നമല്ല, സദക്ക സകാത്ത് കൊടുത്തോണ്ടിരുന്നെങ്കിലും പ്രശ്നമല്ല. അതെല്ലാം അങ്ങ് ചെയ്തോണ്ടിരുന്നാറ്. മുശ്രിക്കുകൾ നിസ്കരിച്ചോണ്ടിരുന്നാറ്, അങ്ങ് നോമ്പ് നോച്ചുകൊണ്ടിരുന്നാറ്, അങ്ങ് സകാത്ത് കൊടുത്തോണ്ടിരുന്നാറ്, സദക്ക കൊടുത്തോണ്ടിരുന്നാറ്. ഞങ്ങളെ സദക്ക സകാത്തിനെ പറ്റി അല്ലാഹു തആല ഖുർആനിലെ സൂറത്തുൽ അൻആമിൽ കളിയാക്കിയിട്ട് ചൊല്ലൂർ ഒരു സ്ഥലത്ത്, വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബാ. ഞങ്ങളെ സകാത്ത് സദക്ക എങ്ങനെയുണ്ട് ചെന്നെങ്കിൽ അങ്ങോ കൃഷി, ഈത്തപ്പഴം, മുന്തിരി പോലത്തെ അതേപോലെ തന്നെ മറ്റു കൃഷികളെല്ലാം തന്നെ അത് കൊയ്തെടുക്കുന്ന ആ ദിവസം, ഹാർവസ്റ്റിംഗ് ആ സമയത്ത്, കൊയ്തെടുക്കുന്ന ആ സമയത്ത്, അതേപോലെ തന്നെ ജാനുവാറുകളെ എല്ലാം അവ സദക്ക സകാത്തും ചെന്ന് അല്ലാഹു തആലക്ക് വേണ്ടി വേറെയായി വെക്കും. ഇത് അല്ലാഹുവിന് ചെന്ന് ഞങ്ങളെ വിശ്വാസം അനുസരിച്ച്. അതേപോലെ ഇപ്പുറത്ത് ഞങ്ങൾ ഔലിയാക്കന്മാർക്കും അതേപോലെ ശുഹദാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും വേറെ വെക്കുവാർ. അതങ്ങ് ചൊല്ലുന്നത് ഹറക്കെ നേർച്ചയുണ്ട് ചൊന്ത്, നേർച്ച വഴിപാടുന്നത് ചൊന്ത്. എന്നിട്ട് ഈ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അങ്ങ് വേറെ വെച്ചതിൽ നിന്നിട്ട് എന്തെങ്കിലും തെല്ല് കൊറോടിയായി പോയാൽ, കുറഞ്ഞു പോയാൽ അപ്പുറത്ത് അള്ളാഹ്ക്ക് നീക്കി വെച്ചതിൽ നിന്നിട്ട് ഇഞ്ഞ എടുക്കുവാർ. ഇത് കൊറോടിയായി പോകാൻ പാടില്ല. ഔലിയാക്കന്മാർക്കും അതേപോലെ തന്നെ അമ്പിയാക്കന്മാർക്കും കൊടുക്കരുത്, കൊറോടിയായി പോകാൻ പാടില്ല. അതേപോലെ തന്നെ അല്ലാഹു തആല കൊടുക്കരുത്. കൊറോടിയായെങ്കിലോ ഇവിടുന്ന് എടുക്കുവോ? ഔലിയാക്കന്മാർക്ക് നീക്കി വെച്ചതിൽ നിന്നിട്ട് അമ്പിയാക്കന്മാർക്ക് നീക്കി വെച്ചതിൽ നിന്നിട്ട് എടുക്കൂല. കാരണം പേടിയാണ്.
ഔലിയാക്കന്മാരട്ടെയും അമ്പിയാക്കന്മാരട്ടെയും പേടിയാണ്, അള്ളാഹ്രട്ടെ എനിക്ക് പേടിയില്ല. സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല ഇങ്ങളെ സകാത്ത് സമ്പ്രദായത്തെ കളിയാക്കിയിട്ട് ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ നാം മനസ്സിലാക്കണം. അങ്ങനെ മസ്ജിദുൽ ഹറാം അതിന്റെ പരിസരമെല്ലാം തന്നെ തൗഹീദിന്റെ പക്കമായി മാറി. ഇനി മുശ്രിക്കുകൾക്ക് പ്രവേശനമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10ാമത്തെ വർഷം ഹജ്ജിക്ക് വേണ്ടി ഏത് ഹജ്ജ് കാണിച്ചു കൊടുക്കുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ച ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിൽഖഅദ മാസം 25-നാണ് മദീനയിൽ നിന്നിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കൊടുക്കപ്പെട്ടത്. ദിൽഖഅദ 25 അതൊരു ശനിയാഴ്ച ദിവസമായിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ട് ദിൽഹിജ്ജ മാസം ദിൽഹിജ്ജ 4 സുബ്ഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുപാട് 10,000-കണക്കിന് മുസ്ലിമീങ്ങൾ സഹാബത്ത് റസൂലിന്റെ ഒട്ടിಗೆ ഹജ്ജ് ചെയ്യണക്ക് വേണ്ടി ദിൽഹിജ്ജ 4-2 മക്കയിലേക്ക് കടക്കറാർ, മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കറാർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഉംറയെല്ലാം നിർവഹിക്കറ്, കഅബ തവാഫ് ചെയ്യറ്, സഅയ് നടത്തറ്. 4 നാള് റസൂൽ മക്കയിൽ താമസിക്കറ്. 4 നാള് റസൂൽ മക്കയിൽ താമസിക്കറ്. ഒരു ഞായറാഴ്ച ദിവസം അവിടെ എത്തിയിട്ട് ഞായറാഴ്ച ദിവസം, തിങ്കളാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം, ഇവിടെ 4 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ കഴിഞ്ഞു കൂടുന്നത്. പിന്നീട് ദിൽഹിജ്ജ 8ാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിലേക്ക് പോറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിലേക്ക് പോറു. ദിൽഹിജ്ജ 8ാമത്തെ ദിവസം ഹജ്ജിനുള്ള പുറപ്പാടായിട്ടിക്കറ്. ഹജ്ജിന്റെ ഒരുക്കമാണ്. യൗമുത് തർവിയാണ്ടത് അറബിയിൽ ചൊല്ലുന്നത്. ദിൽഹിജ്ജ 8ക്ക് ചൊല്ലുന്ന പേരെന്തിനാ? യൗമുത് തർവിയാണ്ട്. തർവിയാണ്ട് ചൊന്നെന്തിരെ? ഒട്ടകത്തുക്ക് ഒൻറ്റക്ക് തണ്ണിയെല്ലാം കുടിപ്പാട്ടിയിട്ട് അതിന് വേണ്ട ഫുഡെല്ലാം കൊടുത്തിട്ട് അതിനെ യാത്രയാക്കൊണ്ടുള്ള പുറപ്പാട് ഒരുക്കം, അതിനെ ഒരുങ്ങുന്നതിന് വേണ്ടിയായിട്ടിക്കറ് അണ്ട് അറബികൾ തർവിയാണ്ട് ചൊന്നുകൊണ്ടിരുന്നത്. ആ പേരാണ് ദിൽഹിജ്ജ 8ക്ക് വന്നത്, യൗമുത് തർവിയാണ്ട് ചൊന്നത്. അതായത് ഹജ്ജുക്കുള്ള പുറപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിൽഹിജ്ജ 8-2 യൗമുത് തർവിയത്ത് 2 നബിയും സഹാബത്തും അതാ മിനയിലേക്ക് പോറോ. രണ്ടുപേരുന്നാൾ ഫുള്ള് മിനയിൽ താമസിക്കറ്. ഓരോ നേരത്തെ നിസ്കാരവും അല്ലാഹുവിന്റെ റസൂൽ അതത് സമയത്ത് തന്നെ നിസ്കരിക്കറ്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് കസ്റായിട്ട് നിസ്കരിക്കറ്, ജമ്മാക്കിയിട്ടില്ല. ഇതാണ് റസൂലിന്റെ സുന്നത്ത്. ആ സുന്നത്താണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ ചൊന്നതുപോലെ ഹജ്ജ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തൗഹീദ് പഠിപ്പാട്ടലാണ്, അല്ലേ? തൗഹീദ് പഠിപ്പാട്ടലാണ്. ഒരു ഹജ്ജെല്ലാം ചെയ്തു വരുന്ന മനുഷ്യൻ പിന്നീട് ഒരിക്കലും അവന്റെ അടുത്ത് ശിർക്കിന്റെ രഞ്ജന പോലും അവന്റെ ഭാഗത്തുണ്ടാകണമെന്ന് തീറ. തൗഹീദ് പഠിപ്പാട്ടരുത് 1. രണ്ടാമത്തത് സുന്നത്ത് പഠിപ്പാട്ടരുത്. രണ്ടാമത്തത് ഹജ്ജിന്റെ ഉദ്ദേശം എന്തിന്? സുന്നത്ത് പഠിപ്പാട്ടരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ സുന്നത്ത് ചാണക ചാണായി മുഴത്തുക മുഴമായി ഓരോ സത്യവിശ്വാസിയും ഫോളോ ചെയ്യണം. ഇവിടെ അല്ലാഹു റസൂലിന്റെ സുന്നത്ത് എന്തിനെ? മിനായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫറിന്റെ ഹാലിലാണ്. പക്ഷേ റസൂൽ ജമ്മാക്കിയിട്ട് അവിടെ നിസ്കരിക്കുന്നില്ല, കസറാക്കിയിട്ട് മാത്രമാണ്. ളുഹർ നിസ്കാരം 2 റക്അത്ത് അതിന്റെ സമയത്ത് നിസ്കരിച്ചിട്ട്, പിന്നീട് അസർ നിസ്കാരം അതിന്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, പിന്നീട് മറ്റുള്ള നിസ്കാരങ്ങളെല്ലാം അതതിന്റെ സമയത്ത്. ഇതാണ് റസൂലിന്റെ സുന്നത്തിന്റെ ഫോളോ. റസൂലിന്റെ സുന്നത്തിന്റെ പ്രാധാന്യം അവിടെ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ദിൽഹിജ്ജ 8ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിൽ തങ്ങറ്. 9ാമത്തെ ദിവസം അതൊരു വെള്ളിയാഴ്ച ദിവസമായിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചതിന് ശേഷം, സൂര്യോദയത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്തും അറഫായിലേക്ക് പോറു. അറഫായിലേക്ക് പോറു. മിനായിൽ നിന്നിട്ട് ഏകദേശം 10-13 കിലോമീറ്ററോളം ദൂരമുള്ള അറഫായിലേക്ക് റസൂലും സഹാബത്തും പോറും. അങ്ങനെ അറഫായിലേക്ക് ഉച്ചയാകുന്ന തെല്ലും മുന്നുള്ള റസൂലുള്ള അവിടെ എത്തിയിട്ട് റസൂലുള്ളാഹിക്ക് അവിടെ ഖൈമ ടെൻഡെല്ലാം തന്നെ ഓൾറെഡി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സഹാബത്ത് തെല്ല് നേരം വിശ്രമിച്ചു റസൂലുള്ളാഹ്. എന്നിട്ട് സൂര്യൻ അതിന്റെ മധ്യരേഖയിൽ നിന്നിട്ട് തെല്ലഞ്ഞ് പോകുമ്പോ ളുഹുർ ആ
സമയത്ത് അടുത്താകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബത്നുൽ വാദി എന്ന് ചൊല്ലുന്ന സ്ഥലത്തേക്ക് ഉണ്ട്. അവിടെ ഒരു പള്ളി കാണാം അറഫയിൽ. ആ പള്ളി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത്, പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് താൻ യാത്ര ചെയ്തിരുന്ന ഖസ്വ എന്ന് ചൊല്ലുന്ന ഒട്ടകം, ആ ഒട്ടകത്തിന് പുറത്ത് പത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് അറഫ മൈതാനിനെ സാക്ഷ്യമാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു വിധായ ഭാഷണ ഖുത്ബത്തുൽ വിദാ അവിടെ വെച്ച് നടത്തുന്നു. ചരിത്ര പ്രസിദ്ധമായിട്ടിരിക്കുന്ന ഒരു ഖുത്ബയായിട്ടുണ്ട്. ആ ഖുത്ബക്ക് തുല്യമായിട്ടിരിക്കുന്ന ഒരു ഖുത്ബ, ഒരു പ്രസംഗം ഇതുവരെ ഉണ്ടല്ല, ഖിയാമത്ത് നാൾ വരെ കാണുക സാധ്യമല്ല. അത്ര വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം കൊണ്ട് ചൊല്ലുറേ ഒരു ഖുത്ബയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രഭാഷണമായിട്ട് അവിടെ നടത്തിയത്. ആ പ്രഭാഷണം അല്ലാഹുവിന്റെ റസൂൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി വഅഖിലൂ. ഓ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ്. കാരണം എല്ലാ മനുഷ്യർക്കുമാണ് അല്ലാഹുവിന്റെ ദീന്. യാ അയ്യുഹല്ലദീന ആമനൂ ഉണ്ടല്ല, യാ അയ്യുഹൽ മുസ്ലിമൂൻ ഉണ്ടല്ല, യാ അയ്യുഹസ് സ്വഹാബ ഉണ്ടല്ല, യാ അയ്യുഹന്നാസ് ഓ മനുഷ്യരെ ഇസ്മഉ ഖൗലി എൻ്റെ പളക്ക നിങ്ങൾ കേൾക്കണം, വഅഖിലൂഹു നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബണ്ട വർഷ നക്ക് നിങ്ങളെ കാണുക സാധിക്കൊണ്ട് ചൊല്ലണക സാധ്യമല്ല എന്ന് റസൂലുള്ള ചൊന്നിട്ടായിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പ്രസംഗിക്കരുത്. അങ്ങനെ ആ പ്രവാചകരെ ഒട്ടികയുള്ള ആ പ്രസംഗം അവിടെയുള്ള സഹാബത്ത് ഏകദേശം 100,000-ത്തിലധികം സഹാബത്ത് മുസ്ലിമീങ്ങൾ ആ പ്രഭാഷണം കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഹജ്ജ് ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം എന്തിരെ അറഫാട്ട് ചൊന്നെങ്കിൽ എന്തിരെ ദിൽഹിജ്ജ 9-ാമത്തെ ദിവസം എത്രമാത്രം പ്രാധാന്യമുള്ളതായിട്ടിക്കറ് അറഫ. ഈ വർഷത്തെ ഹജിമാർക്കുള്ള അറഫ അതൊരു ചൊവ്വാഴ്ചയായിട്ടിക്കറ്. നമുക്കിവിടെ ബുധനാഴ്ചയാണ്, കാരണം നമുക്ക് പെരുന്നാൾ വ്യാഴാഴ്ചയാണ്. ചന്ദ്രദർശനത്തിന് അടിസ്ഥാനമാക്കിയിട്ട് മാസം നോക്കുന്നതും അവസാനിക്കുന്നതും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ചന്ദ്രദർശനത്തിന് നോക്കിയിട്ടാണല്ലോ. അങ്ങനെയാണല്ലോ റസൂലുള്ള പടിപാട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അറഫ ബുധനാഴ്ചയാണ്, അവർക്കോ ഈ വർഷം ഹജ്ജ് ചെയ്യങ്ങൾക്കോ അതൊരു ചൊവ്വാഴ്ച ദിവസമാണ്. ആ അറഫ ദിവസത്തിന്റെ പ്രാധാന്യം എന്തിനെ നാം മനസ്സിലാക്കണം. എന്തിനാ അറഫാണ്ട് ചൊന്നെങ്കിൽ ചരിത്ര പ്രസിദ്ധമായിട്ടിക്കര ഒരു സ്ഥലമാണ് അറഫാണ്ട് ചൊല്ലുന്നത്. എന്തുകൊണ്ട് അറഫാക്ക് അങ്ങനെ പേര് വന്ന്? ആ പേര് വരാനുള്ള കാരണം എന്തിനാ അറഫാക്ക്? ഒലിമ്പ കാരണങ്ങൾ പണ്ഡിതന്മാർ ചൊല്ലുന്നു. എത്ര ഒലിമ്പ കാരണങ്ങൾ, പക്ഷെ അതൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. പ്രധാനമായ കാരണങ്ങൾ മാത്രമാണ് ഞാൻ ചൊല്ലുന്നത്. ഒന്ന്, അത് നബി അലൈഹിസ്സലാമും ഹവ്വാവും കണ്ടുമുട്ടുന്നത് ആ പക്കത്ത് അറഫാട്ട് ചൊല്ലുന്ന ആ മൈതാനിൽ വെച്ചിട്ടായിട്ടുണ്ട്. ചരിത്രകാരന്മാർ, ഇതിഹാസകന്മാർ, ഇസ്ലാമിലെ ചരിത്രകാരന്മാർ ചൊല്ലുറോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദ്യത്തെ അബ്ബയായിട്ടിക്കര ആദമിനെയും നമ്മുടെ ആദ്യത്തെ ഉമ്മയായിട്ടിക്കര ഹവ്വായിനെയും സ്വർഗത്തിൽ നിന്നിട്ട് പുറത്താക്കി. അങ്ങനെ കുറെ നടന്നപ്പോ അങ്ങനെ തെറു തപ്പിപ്പോയി. അങ്ങനെ ആദം ഒരു ഭാഗത്തായിട്ട് ഹവ്വ വേറൊരു ഭാഗത്തായിട്ട് അങ്ങനെ നടന്ന് അങ്ങനെ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ പിന്നിട്ട് അങ്ങക്ക് മുലാഖാത്താവണുള്ള അവസരമുണ്ടായിട്ട് അത് അറഫ മൈതാനിൽ വെച്ചിട്ടായിട്ട് അറഫ ചെന്നെങ്കിൽ അങ്ങ് മനസ്സിലാക്കിയാറ്, പിടിയാക്കിയാറുള്ള അർത്ഥത്തിലാണ്. ഇതാണ് ഒരു കാരണമായി ചൊല്ലുന്നത്. മറ്റൊരു കാരണമായിട്ട് ചൊല്ലുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന് പുനർനിർമ്മാണം നടത്തിയല്ലോ. നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ മോണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബാലയത്തിന് പുനർനിർമ്മാണം നടത്തിയിട്ട് ആ കഅബാലയത്തിന് മുന്നേ വെച്ചിട്ട് അങ്ങ് ദുആയിക്കറാറ്, പ്രാർത്ഥിക്കറാറ്. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമായിട്ടുണ്ട്. ഖുർആൻ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സൂറത്തുൽ ബഖറയിൽ റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കരുത് എന്തിനെ? വഅരിന മനാസികന,
വഅരിനാ മനാസികനാ. അല്ലാഹ് ഈ ഹജ്ജ് കർമ്മം എങ്ങനെ നിർവഹിക്കണുണ്ടോ, ഈ മഹത്തായ ഇബാദത്ത് എങ്ങനെ നിർവഹിക്കണുണ്ടോ, എങ്ങനെ ചെയ്യണുണ്ടോ, ഞങ്ങൾക്ക് നീ പഠിപ്പാട്ടി തരണം അല്ലാഹ്. നോക്കണം, ഇബാദത്ത് ചൊല്ലത് അല്ലാഹ് പഠിപ്പാട്ടണം. അത് അമ്പിയാക്കന്മാർക്കാണെങ്കിൽ പോലും നബിമാർക്കാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഇബാദത്ത് ഉണ്ടാക്കുന്ന അധികാരമില്ല. പിന്നെയല്ലേ നമ്മുടെ നാട്ടിലിക്കരെ പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ, ഉസ്താദന്മാർ അങ്ങ് ഓരോ നാളും ഓരോ ഇബാദത്താണ് ജനങ്ങൾക്ക് ചെന്നു കൊടുക്കുന്നത്. ഇവിടെ നോക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പ്രാർത്ഥിക്കണം, അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹജ്ജിന്റെ കർമ്മം എങ്ങനെ നീ പഠിപ്പാട്ടി കൊടുക്കണം. അതിന് ഉത്തരമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കരെ അയച്ചിട്ട് ഹജ്ജിന്റെ കർമ്മമെല്ലാം തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമൊക്കെ പഠിപ്പാട്ടി കൊടുത്തതിൻ്റെ ശേഷം ആ മലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ അറഫ്ത, പിടിയായ, ഇപ്പൊ നിനക്ക് പിടികിട്ടിയ, ഇപ്പൊ നിനക്ക് മനസ്സിലായ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലി അറഫ്തു, പിടിയായിട്ട്. അതാണ് അങ്ങനെ ഈ അറഫ, അത് ഈ അറഫ മൈതാനിൽ വെച്ചിട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതുണ്ട് ചരിത്രകാരന്മാർ ചൊല്ലുറോ. ഇനി മൂന്നാമത്തെ ഒരു അഭിപ്രായവും അതും ബലമുള്ള ഒരു അഭിപ്രായമായിട്ട് ഇക്കറ്, അതായത് ആലമുൽ അർവാഹ്, അതായത് റൂഹുകളെയെല്ലാം തന്നെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ട് നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല സൃഷ്ടിക്കൊണ്ടു പോവരെ എല്ലാ മനുഷ്യന്മാരുടെയും റൂഹുകളെ അല്ലാഹു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് എന്നിട്ട് ആ റൂഹുകളിട്ട് അല്ലാഹു തആല അങ്ങക്ക് തൗഹീദിനെ, അതായത് തൗഹീദ് എന്തിനെ, അല്ലാഹു എന്തിനായിട്ട് പഠിപ്പാട്ടി കൊടുക്കുന്ന ഒരു രംഗം ആലമുൽ അർവാഹിൽ വെച്ച് നടന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിൽ അത് കാണാം. അല്ലാഹു തആല അർവാഹുകളെ കേക്കറ്, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലേ നിങ്ങളെ പടച്ച റബ്ബ്, നിങ്ങളുടെ ഇലാഹ് ഞാനല്ലേ എന്ന് തൗഹീദിനെ സംബന്ധിച്ചും അല്ലാഹുവിനെ സംബന്ധിച്ചും ഒരു തിരിച്ചറിവ് കൊടുത്ത ഒരു പക്കമായിട്ട് അറഫ മൈതാൻ ഉണ്ട് ചൊല്ലുന്നത്. അങ്ങനെയുള്ള ആ അറഫ മൈതാൻ അവിടെ വെച്ചിട്ടായിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്ര പ്രസിദ്ധമായിട്ടിക്കരെ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിലായിട്ട് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീന് പൂർത്തിയാക്കിയതായിരിക്കുന്ന ഈ സംഭവം, അല്ലാഹുവിന്റെ ദീന് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടുള്ള ആയത്ത് അവതീർണമാവരുത് അവിടെ വെച്ചിട്ടായിട്ടിക്കറ്. അൽയൗമ അക്മൽതു ലക്കും, നമുക്കൊക്കെ പിടിയുള്ള ആയത്താണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ ചൊല്ലരെ. ആ ആയത്ത് അവതീർണമായത് അവിടെ വെച്ചായിട്ടിക്കറ്. എന്തിനാ ആയത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനായത്തിന്റെ പ്രത്യേകത, ഒരു ജൂതനായ മനുഷ്യൻ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പഴക്കമുണ്ട്, ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വന്നിട്ട് കേൾക്കറി, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങളെ ഖുർആൻ, നിങ്ങളുടെ കിതാബുണ്ടല്ലേ, നിങ്ങളുടെ ദിവ്യ ഗ്രന്ഥമുണ്ടല്ലേ, ആ ദിവ്യ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ട്. നോക്കണം, ജൂതർക്ക് പോലും ആയത്തിനെ സംബന്ധിച്ച് പിടിയുണ്ടോ? ഉമർ റളിയല്ലാഹുവിനെ പറ്റി കേൾക്കും, നിങ്ങളെ ദിവ്യ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ടല്ലേ, ആ ആയത്ത് യഹൂദികളായ ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ, ഞങ്ങളുടെ കിതാബിൽ അങ്ങനെ ഒരു ആയത്തെങ്കാലും ഇറങ്ങിയെങ്കിൽ ആ ഇറങ്ങിയ ദിവസത്തെ ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു, ആഘോഷ ദിവസമാക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ആയത്ത് ഉമർ റളിയല്ലാഹുവിന് കേൾക്കറി, ഏതായത്തായിട്ടിരിക്കുന്നത്, ഏതായത്ത്? അപ്പൊ അവൻ ഈ ആയത്ത് ഓതി കൊടുക്കറ ജൂതൻ, യഹൂദി ആയത്ത് ഓതി കൊടുക്കറ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അപ്പൊ ഉമർ റളിയല്ലാഹു ഇതാണ് നീ ചൊല്ലുന്നത്. ഉമർ റളിയല്ലാഹു ചൊല്ലു, വല്ലാഹി ഇന്നി ലഅലമുൽ യൗമല്ലദീ നസലത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാഅത്തുല്ലതി നസലത് ഫീഹാ അലാ റസൂലില്ലാഹി അശിയത അറഫ ഫീ യൗമി ജുമുഅ. ഹേ മനുഷ്യ, ആ ആയത്ത് ഇറങ്ങിയ ദിവസം ഒരു പെരുന്നാളാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, ഒരു മുസ്ലിമുക്കും ഇല്ല. കാരണം നമുക്ക് നല്ലപോലെ തണ്ണി പോലെ സൂര്യപ്രകാശം പോലെ ഓരോ മുസൽമാനുക്കും അറിയാം അറഫ എന്തിനുണ്ട്. ആ അറഫ അല്ലാഹുവിന്റെ റസൂലുക ആയത്ത് ഇറങ്ങിയത് എവിടെ, ഏത് ദിവസമായിട്ടിക്കറ, ഏത് സമയമായിട്ടിക്കറുണ്ട്, അത് എല്ലാവർക്കും പിടിയുണ്ടോ? അതായത് അതൊരു അറഫ ദിവസമായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ജൂതനക്ക് പഠിപ്പാട്ടി കൊടുക്കറ്, അതൊരു അറഫ ദിവസം, നിനക്ക് പിടിയുണ്ടോ? അറഫ ദിവസം അതൊരു ജുമുഅ ദിവസമായിട്ടുണ്ട്.
ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലതൊരു ജുമാ ദിവസമായിട്ട് എന്താ ആ ജുമാ ദിവസം കൊണ്ട് ചെന്നെങ്കിൽ മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പെരുന്നാൾ തന്നെയാണ്. വേറെ ഒരു പെരുന്നാളാക്കേണ്ട ആവശ്യമില്ല. കാരണം ജുമാ നാളുണ്ട് ചെന്നെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോളം പെരുന്നാളാണ്. അങ്ങ് ആ ജുമാ ദിവസത്തിൽ പെരുന്നാൾ പോലെ നല്ലപോലെ കുളിച്ച് ശുദ്ധിയായി വെടിപ്പായിട്ട് അങ്ങ് പള്ളിയിലേക്ക് നല്ല സുഗന്ധം പുരട്ടി പള്ളിയിലേക്ക് ഭണ്ഡാർ പെരുന്നാൾ പോലെ ജുമാ ദിവസം. അതേപോലെ തന്നെ അറഫാ ദിവസവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പെരുന്നാൾ ദിവസം തന്നെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി കൊടുക്കുക തന്നെ. അങ്ങനെയുള്ള അറഫാ മൈതാനിൽ വെച്ചിട്ടായിട്ട് അല്ലാഹുവിന്റെ റസൂലുക്ക് ദീന് പൂർത്തിയാക്കിയതായിരിക്കുന്ന ആയത്ത് അവതീർണമാവുന്നത്. ഇനി ഒരു റസൂൽ വരണുമില്ല, ഖിയാമത്ത് നാൾ വരെ ഒരു നബി വരണുമില്ല, ഒരു ശരീഅത്ത് ഇറങ്ങണുമില്ല, ഒരു ഏറ്റലോ കുറച്ചലോ ഒന്നുമില്ലാതെ എനിക്ക് എങ്ങനെ അല്ലാഹു റസൂൽ പഠിപ്പാട്ടി. അതാണ് ഇലാ യൗമിൽ ഖിയാമ. അറഫാ മൈതാനിൽ വെച്ചിട്ടായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയത് എന്തിനായിട്ട് പിടിയുണ്ടോ? ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗൈബ ഫറുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ. ഇതാ ഈ ദീനിനെ നിങ്ങൾ എത്തിപ്പാട്ടി കൊടുക്കണം. വളരെ പ്രാധാന്യത്തോടു കൂടിയായിട്ട് അല്ലാഹു റസൂൽ ചൊന്നത് ഈ ദീനിനെ നിങ്ങൾ ഇവിടെ ഹാജറുള്ള ഹാജറില്ലാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. എന്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്നിട്ട് കേട്ടങ്ങായിരിക്കും നിങ്ങളെക്കാളും ഉഷാറോടെ ആവേശത്തോടെ ഈ ദീന് പ്രചരിപ്പിക്കരുത്. എത്ര നല്ലൊരു പടക്കാണ് നിങ്ങൾ നോക്കണം അല്ലാഹു റസൂൽ ചൊന്നത്. ഇവിടെ ഹാജറുള്ള ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങ് പിന്നൊരാൾക്ക് എത്തിച്ചു കൊടുക്കാറ് അങ്ങ് പിന്നൊരാൾക്ക് അതിങ്ങനെ ഈ ശൃംഖല ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ചിലപ്പോൾ ആ കേൾക്കുന്ന ആളായിരിക്കും നിങ്ങളെക്കാളും നല്ല ആവേശത്തോടെ അല്ലാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിപ്പാട്ടി കൊടുക്കരുതല്ലേ എൻ്റെ പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ ഇസ്ലാമിന്റെ അബ്ബക്കും ഉമ്മക്കും പിറന്ന ആളുകളാണ്. നമ്മൾക്കുള്ള ആ ഇസ്ലാമിന്റെ സ്നേഹം മറ്റു മതത്തിൽ നിന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാങ്ങോ ഇസ്ലാം ദീന്റെ പഠിച്ചിട്ട് അങ്ങ് ഇസ്ലാം ദീന്റെ പ്രബോധനം ചെയ്യരുത്. നിങ്ങളൊന്ന് നോക്കണം, ലോകത്തിന്റെ പല ഭാഗത്തും അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റുമെല്ലാം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ എത്ര ആവേശത്തോടു കൂടിയാണ് ഇസ്ലാമിനെ അങ്ങ് പ്രചരിപ്പിക്കരുത്. അങ്ങനെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ല. ആ നിലയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പഴക്കം നിങ്ങൾ നോക്കണം. ഈ പഴക്കം കേട്ട് റസൂലിന്റെ സഹാബത്ത് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി അങ്ങനെ റായത്തേക്ക് എത്തിയെന്ന് പിന്നെ അങ്ങക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല, വിശ്രമം ഉണ്ടായിട്ടില്ല. ലോകത്തിന് നാനാഭാഗത്തേക്കും പോയി. എന്തുക അല്ലാഹുവിന്റെ ദീന് ഇസ്ലാമിനെ പ്രചരിപ്പിക്കണക്ക് വേണ്ടി, തൗഹീദിനെ പ്രചരിപ്പിക്കണക്ക് വേണ്ടി. മനസ്സിലാക്കണം. അങ്ങനെ ആ പ്രചരണാർത്ഥം നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്കും എത്തി സഹാബത്ത്. ഇന്ത്യ രാജ്യത്തേക്കും സഹാബത്ത് എത്തി. കേരളത്തിലേക്ക് എത്തി സഹാബത്ത്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത പ്രിയമുള്ള സഹോദരങ്ങളെ, കേരളത്തിലെ പ്രഭാവം നമ്മുടെ കർണാടകയിലേക്കും എത്തി. അണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫാ മൈതാനിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിന്റെ ഫലമാണ് ഇണ്ട് ഞങ്ങോ മുസ്ലിമീങ്ങളായതിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇണ്ട് ഇസ്ലാമനുസരിച്ച് ജീവിക്കണോ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് തൗഹീദ് അനുസരിച്ച്. ഇങ്ങനെ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി തൗഹീദ് അനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കണക്കുള്ള ഒരു കാരണം അണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫാ മൈതാനിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിന്റെ ഫലമായിട്ട് ഇക്കിട്ടുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഏതായിട്ട് ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗൈബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് അറഫാ മൈതാൻ. ആ അറഫാ മൈതാനിയിൽ തൗഹീദിന്റെ മന്ത്രധ്വനികൾ മാത്രം ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് അങ്ങനെ നാവിലൂടെ ആവർത്തിച്ച് ഉച്ച കഴിഞ്ഞ് ളുഹറും അസറും ഒട്ടിക നിസ്കരിച്ചിട്ട് പിന്നീട് സൂര്യൻ അസ്തമിക്കുന്നതുവരെ അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി പ്രാർത്ഥിച്ചു പ്രവാചകനും അനുയായികളും. ഇണ്ടും രാജാവായാലും പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും എത്ര വലിയവനായാലും പ്രജയായാലും പണക്കാരനായാലും പണിക്കാരനായാലും പണ്ഡിതനായാലും പാവപ്പെട്ടവനായാലും പാമരനായാലും കറുത്തവനായാലും വെളുത്തവനായാലും എല്ലാം കൈനീട്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പോലും അഭിമാനം പറയുന്ന എത്രയോ ആളുകളെ നരകത്തിലിട്ട് മോചിപ്പിക്കുന്ന ഒരു ദിവസം അറഫാ ദിവസം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അന്ന് നിർവഹിച്ച ആ ഹജ്ജ് അത് ഇണ്ടും അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ മഹത്തായ പുണ്യകർമ്മം, നമ്മളിൽ ഹജ്ജ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന തൗഫീക്ക് നൽകുമാറാകട്ടെ. അവസാന നിമിഷം വരെ തൗഹീദ് കാത്തു സൂക്ഷിച്ച് ആ തൗഹീദിലായി ഈ ലോകത്തോട് വിട പറയുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അറഫ എന്തിരേണ്ട നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അറഫാ ദിവസം കൊണ്ട് ചെന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആളുമാരെ നരകത്ത് തൊട്ട് മോചിപ്പിക്കുന്ന ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു റസൂല് ചൊല്ലുറു അണ്ടത്തെ ദിവസം അറഫാ ദിവസം അല്ലാഹുവിനെയും മനുഷ്യവർഗത്തിനെയും ശത്രുവായിട്ടിരിക്കുന്ന ശൈത്താൻ അവനും അവൻ്റെ തലയിലേക്ക് മണ്ണിട്ടിട്ട് ബുൾപ്പിട്ട് വാവിട്ട് കരയിലെ ബുൾപ്പിട്ട് ഒരു ദിവസമായിട്ടിരിക്കുന്ന അറഫാ ദിവസം. എന്തൊക്കെ ശൈത്താൻ ഉൾപ്പെടുന്നത്? കാരണം ശൈത്താൻ നിരന്തരമായ പ്രയത്ന പരിശ്രമത്തിലൂടെ എത്രയോ ആളുകൾ അവൻ നരകത്തിലേക്ക് അവൻ കൊണ്ടെത്തിക്കുന്ന എല്ലാ സാഹസവും എല്ലാം പരാജയപ്പെടുന്നത്, എല്ലാം വിനാശത്തിലാവും. അതുകൊണ്ടാണ് അവൻ ഉൾപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, മാ റുഅയ ശൈത്താനു യൗമ ഹുവ ഫീ അസ്ഹർ വലാ അദ്ഹർ വലാ അഹ്ഖർ വലാ അഗ്യദ് മിൻഹു ഫീ യൗമി അറഫ. ശൈത്താൻ ഏറ്റവും നിന്ദ്യൻ, നിസ്സാരൻ, ദലീൽ, ഖ്വാർ, അപമാനിതൻ, അവഹേളിതൻ, കോപിഷ്ഠനാവരെ ഒരു ദിവസം വേറെയില്ല അറഫ ദിവസം പോലെ. കാരണം ലിമാ യറാ മിൻ തനസ്സുലിർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നിശ്ചിതമായിട്ട്. അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ് കരഞ്ഞ് ബുൾപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചത്. റസൂലിന്റെ ഈ കരച്ചിലും ബുൾപ്പും കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് ഉച്ചയ്ക്ക് ശേഷം നോക്കണം നിങ്ങൾ, അസറെല്ലാം നേരത്തെ തന്നെ നിസ്കരിച്ചത്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, ളുഹുറും അസുറും. സഫർകാർക്ക് പിന്നെ ജുമയില്ലല്ലോ. അപ്പൊ ളുഹുറും അസുറും ഒട്ടിക്ക് റസൂൽ നിസ്കരിച്ചിട്ട് പിന്നീട് പ്രാർത്ഥനയിൽ മുഴുകി. ഇത് കാണുമ്പോൾ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മരുമോണ്, റസൂലുള്ളാഹിയുടെ മുട്ടയുണ്ട്. ഈ രംഗം കാണുമ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നുന്നത്. റസൂലുള്ളാഹി ഉൾപ്പെടെല്ലാം കാണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചൊല്ലൊരു പഴക്കമുണ്ട്, യാ അലി ഹൗനാ തുസ്കബുൽ അബറാത്ത്. അലിയെ ഇവിടെ വെച്ചിട്ടായിരിക്കണം കണ്ണുനീർ ഇങ്ങനെ ചാലിട്ടൊഴുകേണ്ടത്. ഇത് കണ്ണുനീർ ഒഴുക്കൊഴുകുള്ള സന്ദർഭമാണ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ചൊന്നു തന്റെ പ്രിയമുള്ളവരെ കേൾക്കൂ. അല്ലാഹുവിന്റെ റസൂൽ അറഫാ മൈതാനിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം കൈ രണ്ടും നീട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, അല്ലാഹുമ്മ ഇന്നക തസ്മഉ കലാമീ. അല്ലാഹുവേ, നിന്റെ പളക്കം നീ കേൾക്കറ അല്ലാഹുവേ. വതറാ മകാനി, നിന്റെ ഈ നിക്കര ഈ പക്ക നീ കാണുറ റബ്ബേ. വതഅലമു സിർരി വഅലാനിയതി, നിന്റെ രഹസ്യവും പരസ്യവുമായിട്ടിക്കറേ എല്ലാം നിക്ക് പിടിയുണ്ട് റബ്ബേ. ലാ യഖ്ഫാ അലൈക ശൈഉം മിൻ അംരി
ഒന്നും നിക്ക് ഗോപ്യമല്ല, ഒന്നും നിക്ക് മറഞ്ഞു പോവൂല. അനൽ ബായിസുൽ ഫഖീർ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ചൊല്ലുന്ന ആ പളക്കം നിങ്ങൾ നോക്കണം. റഹ്മത്തുൽ ലിൽ ആലമീനായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്നു സ്വർഗം വാഗ്ദാനം ചെയ്ത ഒരു റസൂൽ ചൊല്ലുന്ന പളക്കം അല്ലാഹുവോട്, അനൽ ബായിസുൽ ഫഖീർ, യാ അല്ലാഹ് ഞാൻ നിന്റെ മുന്നോളോ ഒരു ഗതിയില്ലാത്തവനായിട്ടിക്കരെ, ഒരു നിർഗതികനായിട്ടിക്കരെ, ഒരു ബടവനായിട്ടിക്കരെ, ബടബഗ്ഗനായിട്ടിക്കരെ. അല്ലാഹ് അൽ മുസ്തഗീസുൽ മുസ്തജീറുൽ മുഖിറുൽ മുഅ്തരിഫു ബിദുനൂബി അസ്അലുക മസ്അലതൽ മിസ്കീൻ. ഒരു മിസ്കീന് അതേ ഒരു ഗതിയില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു മിസ്കീന് കേൾക്കുന്നത് പോലെ ഞാൻ നിന്നിട്ട് കേൾക്കരുത്. അല്ലാ, എന്തൊരു പളക്കമാണ്. അല്ലാഹുവിന്റെ ദ്വാരക്കരുത്. ലോകനേതാവിന് ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാത്രമാണിത്. അസ്അലുക മസ്അലതൽ മിസ്കീൻ, ഒരു മിസ്കീന് യാചിക്കരുത് പോലെ ഞാൻ നിന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കരുത്. അല്ലാഹ് വഅദുക ദുആഅൽ ഖായിഫിൽ ദരീരി മൻ ഖളഅത ലക റഖബതുഹു വഫാലത ലക ഐനാഹു. എത്രയോ ഈമാനുള്ള ഞങ്ങളുടെ കണ്ണുനീര് ഒഴുക്കരുത് നിന്റെ മുമ്പിലാണ് റബ്ബേ. അങ്ങനെയുള്ള നിന്നിട്ട് യാചിക്കരുത് ഞാൻ കേൾക്കരുത്. എത്രയോ ആളുമാരുടെ തല ശിരഭാഗിറത് നിന്റെ മുന്നിലായിട്ടിക്കറല്ല. എത്രയോ ആളുമാരുടെ തലകുനിക്കുന്നത് ശിരഭാഗിറത് നിന്റെ മുന്നിലായിട്ടിക്കറല്ല. അങ്ങനെയുള്ള നിന്നിട്ട് ഞാൻ കേൾക്കറല്ല. നീ തന്നെ പരാജയത്തിലാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽനി ബിദുആഇക റബ്ബി ശഖിയാ. നിന്റെ പ്രാർത്ഥനയെ നീ റിജക്റ്റ് ആക്കരുത്, നീ തിരസ്കരിക്കരുത്, നന്നെ നീ പരാജയത്തിലാക്കരുത് റബ്ബേ. وكن بي رؤوفا رحيما يا خير المسؤولين يا خير المعتين يا خير المسؤولين يا خير المعتين. ഗദ്ഗദ ശബ്ദത്തോടെ കരഞ്ഞു പുൾപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്ന പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന മാത്രമാണ് ഞാൻ നിങ്ങളിപ്പോൾ കേൾപ്പാട്ടിയത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു പക്കമായിട്ടിക്കരെ അറഫ മൈതാനോട്ട് ചൊല്ലുന്നത്. ആ അറഫ ദിവസം അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവോട് നാം പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഒലിമാമത്തെ ദിവസം നോമ്പ്, അത് സുന്നത്തായിട്ടിക്കര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുമുണ്ട്. ഹാജിമാർക്ക് നോമ്പില്ല, അവർക്ക് സുന്നത്തില്ല, അവർക്ക് നോമ്പ് ഒഴിവാക്കൽ നല്ലതാണ്. പക്ഷെ നമുക്കിവിടെ സുന്നത്തുണ്ട്. നമ്മുടെ അറഫ ഇവിടെ നമുക്ക് ബുധനാഴ്ച ആയിട്ടിക്കറ്, അതെ വ്യാഴാഴ്ച നമ്മുടെ പെരുന്നാളാണ്. 7:30 നമ്മുടെ ഇവിടെ പെരുന്നാൾ നിസ്കാരം. അത് വളരെ കൃത്യമായ നിലക്ക് പെരുന്നാൾ നിസ്കാരം 7:30 തുടങ്ങും. എല്ലാവരും 7:30 മുന്നോട്ട് തന്നെ വന്നിട്ട് ഇവിടെ ഹാജരാകണം. എന്നിട്ട് ധാരാളമായി തക്ബീറുകൾ മുഴക്കണം. അതേപോലെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് തിരിപ്പാട്ടണമുള്ളത് കുർബാനിയുടെ കാര്യമാണ്. കുർബാനി ഓരോരുത്തർക്കും കൊടുക്കണം കഴിയുന്നത് നല്ലതാണ്. പക്ഷെ കൊടുക്കണക്ക് സാധ്യമില്ലാത്തവർക്ക് സാമൂഹികമായിട്ട് കൊടുക്കണക്കുള്ള വ്യവസ്ഥ നമ്മുടെ SKSM സൗത്ത് കർണാടക സെൽഫി മൂവ്മെൻറ്റ് ഏർപ്പാടാക്കിയത്. അത് ഓരോ ഷെയർക്ക് 5000 ഉറുപ്പികയായിട്ടിക്കറ്. അത് ഗൂഗിൾ പേയിലൂടെയോ ഫോൺ പേയിലൂടെയോ അത് അടച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പാക്കണം നിങ്ങളും ഉളുഹിയ്യത്തേക്ക് കൂടിറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും പ്രത്യേകമായിട്ട് അറിയിക്കരെ. പിന്നീട് നിങ്ങൾക്ക് പിടിയുണ്ട് നമ്മുടെ പള്ളിയുടെ കലക്ഷൻ്റെ കാര്യം. ഓരോരുത്തരും ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം നിങ്ങൾക്ക് പിടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സൽകർമ്മങ്ങൾക്ക് സൽപ്രവർത്തനങ്ങൾക്ക് ചെമ്മ പ്രതിഫലമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഉദാരമായ നിലക്ക് നിങ്ങൾ ധാരാളമായി സദക്ക കൊടുക്കണം. അള്ളാഹുവിൻ്റെ പള്ളി അതേപോലെ മദ്രസ ഒരുപാട് ചെലവുകളെ കൊണ്ട് നിങ്ങൾക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ധാരാളമായി അള്ളാഹു പൊരുത്തപ്പെടുക സൽപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ അവസാന നിമിഷത്ത് ആ റബ്ബ് പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ ഈ ദുനിയാവിൽ നിന്നിട്ട് യാത്ര ചൊല്ലണകോ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.